ഓരോരുത്തർ പോയാലുള്ള എല്ലാവർക്കും പോവാൻ തോന്നുന്നു. ഈ മാങ്ങ ചെത്തി നിൽക്കത്രേ. അപ്പൊ എന്റെ കുടി ഞാൻ ഓളെ കുടിക്കുന്നപ്പോ വീട്ടിൽ വരുന്നോളില്ല ഉരുളക്കിഴങ്ങ് 4 കിലോ 100 രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. തോക്ക് തെരഞ്ഞോണ്ടിരിക്കാം. നമുക്ക് തെരഞ്ഞു നോക്കാം. ഞാൻ സ്റ്റുഡിയോക്ക് പോവാൻ നേരതാ നബിലാമടത്തേക്ക് വരും. ഇപ്പൊ കണ്ടോ 1 സ്റ്റുഡിയോ സാധനങ്ങൾ കിട്ടിയിട്ട് എന്താണ് വേണോ? ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോഴേ നമ്മളുടെ ഇന്നത്തെ വിശേഷം, ഞങ്ങൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. നമ്മൾ ആസൂട്ടൻ്റെ സർപ്രൈസ് ബർത്ത്ഡേ വ്ലോഗ് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഗ്യാദർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നിനി എല്ലാവരും തിരിച്ചു പോവും. മൺഡേ മുതലേ ഓണം എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഷൈത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ, ഗ്യാദർ ചെയ്യുന്ന ആ ഒരു സന്തോഷം തന്നെ പോവും നമ്മൾ ഈ പിരിയുന്ന ദിവസത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിലെന്ന്. അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുന്ന ദിവസം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഓ, ഇന്ന് എല്ലാവരും വരും, കുറേ നേരം സംസാരിച്ചിരിക്കണം, ഒരുമിച്ച് കിടക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ആ പോകുന്ന ദിവസമായ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലത്തെ ഇതിലാണ് എല്ലാവരും പോവുക. അതിപ്പോൾ എനിക്കാണല്ലോ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും വന്ന് 2 ദിവസം എല്ലാവരും നല്ല കളിയും ചീരയൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും പോണ ദിവസം ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ മുന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ലാതെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഒന്ന് വീഡിയോ കോൾ ചെയ്യും. ഞങ്ങൾ 5 പേരും ലേഡീസ് ആയതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ശരിക്കും. അതിപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്കും ഇൻഡിവിജ്വലി വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് പേഴ്സൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് സങ്കടം വരുമ്പോൾ ഷെയർ ചെയ്യാൻ ഒരാൾ, ഭയങ്കര ഹാപ്പിനെസ് തോന്നുമ്പോൾ വിളിക്കാൻ തോന്നുന്ന ഒരാൾ, ഭയങ്കര കൺഫ്യൂഷൻ വരുമ്പോൾ, അങ്ങനെ ഓരോന്നിനും ഓരോരുത്തരാണ്. അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ ഞങ്ങളെല്ലാവരും എന്താ പറയുക, എന്നും വീഡിയോ കോൾ വിളിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. ഇപ്പോൾ വന്നത് ഭയങ്കര റിലീഫാണ്. ഒരു ദിവസം അങ്ങനെ ഒന്നും കോൾ ചെയ്തില്ലെങ്കിൽ അന്നൊരു അസ്വസ്ഥതയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കണക്ഷൻ വന്നു തുടങ്ങി കേട്ടോ. കുറച്ച് മുന്നേ വരെ നല്ല ഫൈറ്റ് ആയിരുന്നു, എല്ലാ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇപ്പോൾ അവരും നല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഇവർ നല്ല കൂട്ടായല്ലോ. കാരണം ഒരു 5 ബോയ്സ് ഉണ്ട്. അതിൽ ഇസു ചെറുതാണ്, പക്ഷേ ബാക്കി നമ്മുടെ ഷാനുട്ടൻ, മഷു, അതുപോലെ അസു, സയാൻ, ഇവർ 4 പേരാണ് ഏകദേശം ഒരുപോലെയുള്ള കുട്ടികൾ. വീട്ടിൽ കഴിക്കാറായോ? നേരത്തെ എന്തായിരുന്നു? എന്താ പിസ്സ? ഓ, പിസ്സ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇഡ്ഡലി ദോശ വേണ്ട പറഞ്ഞല്ലേ? നിനക്ക് ഇന്നോട് ചെസ് കളിക്കല്ലേ? ഇസുവിന്റെ ഗ്യാങ് പിന്നെ അവിടെ മങ്കടയിലാണ് കേട്ടോ. കാരണം അവിടെ അല്ലേ ചെറിയ കുട്ടികളിലെ ഷിസുട്ടൻ, മിസുട്ടൻ, മുല്ല, റോസ്, അതൊക്കെയാണ് ഇസുവിന്റെ ഗ്യാങ്. ദോശ കഴിക്കാനോടാ, അല്ല പിസ കഴിക്കാനോടാ നീ വെക്കുന്നിന്റെ വെടി വെച്ചോ? അയ്യോ, പിസ നിന്നുകൊണ്ടാണ് കഴിച്ചു. എത്ര എണ്ണം മൊത്തം ഉണ്ടായിരുന്നു? 5 പീസ്. ഷൈദ പീസ ഒക്കെ ഉണ്ടാക്കാനുള്ള ഫുൾ സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാവും അതുപോലെ ബാക്കിയുള്ള സാമഗ്രികളൊക്കെ ഇവിടെ വന്നിട്ടൊരു ഒരുപാട് പീസ് ഉണ്ടാക്കി. 5-6 പീസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴിക്കട്ടോ, തീരെ മെലിഞ്ഞു പോയി എന്നൊക്കെ. നമ്മളെ ഉണ്ട്. നീലം പാമ്പഴ നല്ലതാണ്, പോയി നോക്കി. 4 കിലോ 100 ഞാൻ പിന്നെ എടുത്ത് കൊണ്ടേ കാണിച്ചു കൊടുത്താ. ഉരുളക്കിഴങ്ങ് 4 കിലോ 100 നീലക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് 4 കിലോ 100. ഓരോ കിലോ വീതാണോ? ഉരുളക്കിഴങ്ങ് 4 കിലോ 100. ഓരോ കിലോ വീതമാണോ?
2 കിലോ വീതം വെക്കാം. രണ്ട് കിലോനോ 2 200 രൂപക്ക് മേടിക്കല്ലേ? ഓനെ ഇത് ത്രാസ് തൂക്കി തന്നതാണ് അയാള് 2 ഈ പൊട്ടാറ്റോ ജാസ്റ്റ് ഗൈസ്, നിങ്ങൾ ഈ നീലൻ മാങ്ങ വാങ്ങിക്കാറുണ്ടോ? ഇപ്പൊ സീസൺ കഴിയാറായപ്പോഴോ ആ വലിയ എന്തൊരു മധുരം, എന്തൊരു ടേസ്റ്റ് അല്ലേ. ഇവിടെ എപ്പോഴും കൊണ്ടുവരുന്നുണ്ട് വാപ്പ വാങ്ങിക്കൂട്ടോ. അതല്ലാതെ വാപ്പ അവിടെ പോയിട്ട് വാങ്ങിക്കും. അപ്പൊ എന്റെ കുടി ഞാൻ അവളെ കുടിക്കുന്നപ്പോ വീട്ടിൽ വരുന്നോളില്ല. അയ്യോ കാണാനില്ലല്ലോ യാമി. എയർപ്ലെയിൻ എവിടെ? ആ ഓട്ടോ ഞാൻ വിളിക്കട്ടെ. ആ ഇങ്ങോട്ട് വെച്ചാൽ ഞങ്ങളുടെ പൂപ്പും മമ്മൂന്റെ സ്നേഹം. അതാ പാച്ചു ആദ്യം, പാച്ചു മുമ്പില്. നിങ്ങളെന്നതിൽ ലേസിന്റെ മാല. ഞങ്ങൾക്ക് 44 വയസ്സായി. പക്ഷെ ലേസ് കൊണ്ടുവരാനുള്ള വാപ്പ ഞങ്ങൾക്ക് ചോറൊക്കെ പിന്നെ ചോറ് സാമ്പാർ മാത്രമല്ലായിരുന്നു. എല്ലാരും പറഞ്ഞു അത് മതി. എല്ലാരും പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചെന്താ മതിയെന്ന്. ഇരുന്നപ്പോ ഒരു മുഖത്തിനകത്ത സന്തോഷം. ആ സന്തോഷം പിന്നെ ചെന്നപ്പോ കണ്ടില്ല. ഉൾപ്പുണ്ട് ഞങ്ങൾക്ക് ഒക്കെ തിന്നിട്ടോ. 2 സ്റ്റോക്ക് വെച്ചോ. അതൊക്കെ അല്ലേ മമ്മ ചെയ്ത് കണ്ടോ. ഗൈസ്, ഞാൻ സ്റ്റുഡിയോക്ക് പോവാൻ നേരതാ നബിലാമടത്തേക്ക് വരും. ഇപ്പൊ കണ്ടോ 1 2 കണ്ടോ ഗൈസ്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ ലിപ്സ്റ്റിക് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പ്രശ്നം കിട്ടിയത്. ഓക്കെ ഓരോരുത്തർ പോയാലുള്ള എല്ലാവർക്കും പോവാൻ തോന്നുന്നു. ഇപ്പൊ എല്ലാരും പോണ തിരക്കിലായി. ആർക്കും പോവാനും മനസ്സില്ല. മനസ്സോടെ ഇങ്ങനെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഹലോ, അസ്സലാമലൈക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു നേരം. എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന നേരം. ഇപ്പൊ സുലു പോയി, ഇനിയിപ്പോൾ അടുത്തത് ഷാഹിദും ജാസ്മിൻകുട്ടിയും പോവും, പിന്നെ ഞങ്ങൾ ഒറ്റക്കാവും. അപ്പോൾ ആ ഒരു വിഷമം. അതായത് ഇപ്പോൾ പക്ഷേ എപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. മാസത്തിൽ ഒരു തവണ എന്തായാലും ഞങ്ങൾ മീറ്റ് ചെയ്യും. 1 2 തവണ ആയാലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ എക്സാമൊക്കെ ഏകദേശം കഴിഞ്ഞു. ഓണത്തിന് സ്കൂള് ക്ലോസ് ചെയ്തു. പക്ഷെ ഞാൻ ആദ്യം മങ്കടയിലേക്കാണ് പോണത്. അവിടേക്ക് പോയിട്ട് ഇപ്പോൾ 1 മാസം 2 മാസം അവരെ മങ്കട വീട്ടിലേക്ക് പോയിട്ട്. സ്കൂൾ തുറന്നിട്ടൊരു തവണ പോയിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും മങ്കടേക്ക് പോവാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ നിന്ന് അപ്പോൾ തന്നെ നമ്മൾ ഷെഫ്കുട്ടനും പോകാറായില്ലേ. ഷെഫ്കുട്ടൻ സെപ്റ്റംബർ 1 പോവും. അവനെ മര്യാദ കാണാൻ പറ്റിയില്ല. 1 2 തവണ മീറ്റ് ചെയ്തപ്പോൾ കണ്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുക. ഞങ്ങൾ ട്രിപ്പ് പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ അയർലൻഡിലായിരിക്കുന്ന സമയത്ത്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും വിചാരിക്കണില്ലല്ലോ. അപ്പം അതൊന്നും നമ്മളെ കയ്യിലല്ല. എന്തായാലും ആ സമയത്തൊക്കെ മോനിവിടെ നാട്ടിലുണ്ടായതുകൊണ്ട് ശരിക്കും ഭയങ്കരമായിട്ട് അൽഹംദുലില്ലാ പറയുകയാണ്. കാരണം മോൻ അവിടെ ഒറ്റയ്ക്ക്, അവനും അവിടെ വിഷമിക്കും. ഇത്താക്കാണെങ്കിലും അത് ഭയങ്കര ഒരു വിഷമമായി പോയേനെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഇരുന്നു. അതുകൊണ്ട് അവൻ നാട്ടിൽ വന്നതുകൊണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ പുതിയ പാച്ചും കിച്ചുമാണ് കേട്ടോ. അമ്മയും മോളുമാണ്. മോളാണോ മോനാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോഴും ഓല് തമ്മിൽ നല്ല കൂട്ടം. മറ്റേത് പൂച്ചക്കുട്ടി കുറച്ച് വലുതാകുമ്പോൾ ഈ തള്ളപ്പൂച്ച ഇങ്ങനെ മാറ്റും എന്ന് പറയില്ലേ. പക്ഷെ ഇവരെപ്പോഴും എപ്പോഴും ഒരുമിച്ചാണ്. പൊന്നെ വെയില് അല്ലെങ്കിൽ തളർന്നേക്കണം. ഇനി വെയിലും കൂടി കൊള്ളല. കുട്ടി നല്ല വെയിലത്താണ് കേട്ടോ. അതിന് എടുത്ത് നോക്കിയത് ഷൂ കൂടി ഇട്ടിട്ടില്ല കുട്ടി. അത് 8 ഷൂടായിട്ട് ചൂടുണ്ടാവും നിലത്ത്. എവിടെ ഇതാ ഒന്നതാ
ഒന്നോ ഞാൻ വേണ്ടി ഷൂവോ പക്ഷെ എല്ലാവർക്കും എക്സാം അതാ പീച്ചയോ പീച്ച ഇവിടെ അവിടെ എന്തെങ്കിലും എടുത്ത് ഞാൻ വെക്കണ്ടോ പിസ്സ പിസ്സ കഴിക്കാൻ പോവാ അതുകൊണ്ടാണ് കണ്ടത് പീച്ച കഴിക്കാൻ പോവാ പറയുന്നത് എന്താണ് ഓടി ഓടി ബിസ്ക്കറ്റ് വേണോ കാപ്പിലി ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് അല്ലാതെ ഇതൊന്നല്ല വേണ്ടെന്ന് പീസന്റെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കുട്ടി. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കായിരുന്നു കുട്ടിൻ്റെയും ഷെഫ് കുട്ടൻ്റെയും. ഇനി പോണതിൻ്റെ മുന്നേ ഒരു വട്ടം കൂടി ഗ്യാദർ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ മൺഡേ മങ്കടേക്ക് പോവും. പിന്നെ അവിടെ കുറച്ച് പരിപാടി ഉണ്ട്, കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു ദിവസം എങ്ങനെയാലും ഇത്താടെ വീട്ടിൽ പോയിട്ട് അവിടെ ഒന്ന് ഗ്യാദർ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഷെഫ് കുട്ടൻ പോണതിൻ്റെ മുന്നേ ഒരു ദിവസം കൂടി അവൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി പോയി കഴിഞ്ഞാൽ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. പോവാൻ നേരത്തെ ഓല് വരും. അതെല്ലാരും ഫോൺ എടുത്താണ്. നിങ്ങളെല്ലാരും അവളെ മൈൻഡേ ചെയ്യണ്ട, അവള് ഇങ്ങനെ നടന്നോട്ടെ. അവർ നടത്താം. അതിന് അവര് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് മൈൻഡ് ചെയ്ത് എന്താ ചെയ്യുന്നത്. തിരിച്ചു പോയി ഷൂട്ട് ഇട്ടാ മച്ചു പിച്ച് ഷൂട്ട് എല്ലാരും പോയിക്കോളി മച്ചോ എല്ലാരും ആരും വേണ്ട പിച്ച് പോയിക്കോ. ഒക്കെ എന്ത് കാട്ടു നോക്ക് ബയ്യ എന്താ കാട്ടു നോക്കിയത് തേങ്ങ പൊട്ടിക്കും. ഇളനീര് പൊട്ടിക്കോ എന്ത് കാരണം കാക്കൂ ചക്കല്ല തേങ്ങ ചക്ക 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 അറിയോ തേങ്ങ പൊട്ടിച്ചു. അതെ എക്സാം കഴിഞ്ഞിട്ട് മതി. അസുലൊക്കെ തേങ്ങണതേ ഇതിന്റെ ഇടയ്ക്ക് ചെടിയൊക്കെ വലിച്ചൊരു കൊണ്ടുപോകും തോന്നും. ഓ ഞാൻ കണ്ടില്ല. ഒന്നായിട്ട് പുഴക്കെടുത്തോ. അതാ പോസ്റ്റ് പോയോട്ടാ. ഓക്കെ ബൈ. അപ്പൊ പിസ്സ എന്തായാലും വേണ്ടി വരും. നിനക്കും വേണോ പിസ്സ? പിസ്സ 5 പിസ്സ അല്ലേ ഇവിടെ ഉണ്ടാക്കി ശരിയമ്മ കൊടുത്തിട്ട് ജാസ്യമ്മ ഉണ്ടാക്കിയില്ലേ? ഇനി നമ്മൾ തന്നെ ഉള്ളു പോരെ.